സ്റ്റാർട്ടപ്പിന്റെ എഡ്യൂക്കേഷൻ സംരംഭമായ സ്റ്റേപ്പിന്റെ 4ാമത് ഹാക്കത്തോൺ കൊച്ചിയിൽ സംഘടിപ്പിച്ചു. രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിൽ 2 ദിവസമായി നടത്തിയ ഹാക്കത്തോണിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 100-ലധികം പേർ പങ്കെടുത്തു. ഭാവിയിലെ ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയറിംഗ് വിദഗ്ധരെയും വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊച്ചിയിൽ ഹാക്കത്തോൺ സംഘടിപ്പിച്ചത്. താൽറോപ്പും സ്റ്റേപ്പും ഗ്രോലിയസും ചേർന്നാണ് സംഘടിപ്പിച്ചത്. സ്റ്റേപ്പിൽ പഠിക്കുന്ന 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള 100-ലധികം വിദ്യാർത്ഥികളാണ് ഹാക്കത്തോണിൽ പങ്കെടുത്തത്. ഗ്രോലിയസിൻ്റെ മെൻറ്റേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മൾ മെൻറ്റർ ചെയ്ത് വാല്യുവേഷൻ ആണെങ്കിലും ഓരോ കീ പോയിന്റ്സ് നമുക്ക് എടുത്ത് കാണിച്ചു തന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ നമുക്ക് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു കോൺഫിഡൻസും അതേപോലെ തന്നെ എക്സ്പേർട്സ് ആയ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. താൽറോപ്പിന്റെ എഡ്യൂക്കേഷൻ സംരംഭമാണ് സ്റ്റേപ്പ്. വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് തുടങ്ങിയവ ഡെവലപ്പ് ചെയ്യാനുള്ള പരിശീലനമടക്കം വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. കൂടുതൽ കുട്ടികളിലേക്ക് ഇത് എത്തണം. അവർ ഒരുമിച്ച് ചേർന്നിരുന്ന് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൽ ടെക് മൈൻഡ് സെറ്റുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഓൺടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒരുമിച്ച് നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നാളത്തെ ഫേസ്ബുക്കും ഗൂഗിളും ഒക്കെ നമുക്ക് കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. അതായത് അവർ ഓരോ വീട്ടിൽ നിന്നും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ഇതേപോലത്തെ ഇവൻറ്റ്സിലോട്ട് വന്ന് അവർക്ക് പുതിയ കണക്ഷൻസും അവരുടെ ഫ്യൂച്ചർ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, സെക്യൂർ ആക്കിയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇവിടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നു, അവർ സ്വന്തമായിട്ട് കോഡ് ചെയ്യുന്നു. അവരിലെ ഇന്ന് ഏറ്റവും കുഞ്ഞു മനസ്സിൽ വരുന്ന ഐഡിയകളാണ് അവർ ഏറ്റവും നല്ല പ്രോട്ടോടൈപ്പും ഏറ്റവും നല്ല ഒരു നാളേക്കുള്ള ഒരു സംരംഭമായിട്ട് വരാനുള്ളത്. വിദ്യാർത്ഥികളുടെ 16 ടീമുകളാണ് ഹാക്കത്തോണിൽ പങ്കെടുത്തത്. വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസ് അടക്കമുള്ള സമ്മാനങ്ങളും നൽകി. റിപ്പോർട്ടർ, കൊച്ചി.